ക്രിസ്മസ് രാവിൽ വന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹാപ്പി ക്രിസ്മസ് സന്ദേശത്തിനൊപ്പം ലോകം കേട്ടത് ഒരു ആക്രമണത്തിന്റെ വാർത്ത കൂടിയാണ്. നൈജീരിയയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ IS-നെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം. ഒരു മാസമായി നടത്തുന്ന നിരീക്ഷണത്തിനൊടുവിലായിരുന്നു ഇന്നലെ US നടത്തിയ ആക്രമണം. നൈജീരിയൻ സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരം നടത്തിയ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയുടെ ആഫ്രിക്കോം എന്ന പ്രത്യേക സൈനിക വിഭാഗമാണ്. ആക്രമണത്തിനായി ക്രിസ്മസ് ദിനം പ്രത്യേകമായി തെരഞ്ഞെടുത്തത് അല്ല എന്നാണ് വിശദീകരണം. പ്രത്യേക ആശങ്കയുള്ള രാജ്യമെന്ന പട്ടികയിൽ നൈജീരിയയെ ഉൾപ്പെടുത്തിയതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഇടപെടലുകൾ. RDX റാം. നൈജീരിയയിലെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ IS കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ക്രിസ്മസ് ദിനത്തിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. ആക്രമണ വിവരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പുറത്തുവിട്ടത്. ശക്തവും മാരകവുമായ ആക്രമണമാണ് അഴിച്ചുവിട്ടതെന്ന് ട്രംപ് അറിയിച്ചു. US സൈന്യത്തിന് മാത്രം സാധിക്കുന്നതാണ് നൈജീരിയയിൽ നടത്തിയ ആക്രമണം എന്നാണ് അവകാശവാദം. ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ മാലിന്യങ്ങളെ ഇല്ലാതാക്കാനുള്ള നീക്കമെന്നാണ് വിശദീകരണം. പെർഫെക്റ്റ് സ്ട്രൈക്കുകൾ എന്നാണ് ആക്രമണത്തെ ട്രംപ് വിശേഷിപ്പിച്ചത്. നൈജീരിയയിൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണം വർഷങ്ങളായി വർദ്ധിച്ചു വരികയാണെന്ന് അമേരിക്ക ആരോപിച്ചു. ക്രിസ്ത്യാനികളെ കശാപ്പ് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ഭീകരർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഭീകരവാദികൾക്കെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ഒക്ടോബർ മുതൽ പലപ്പോഴായി മുന്നറിയിപ്പും നൽകിയിരുന്നു. ക്രിസ്ത്യാനികളെ ജിഹാദി ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ നൈജീരിയൻ സർക്കാർ പരാജയപ്പെട്ടുവെന്നും US ഭരണകൂടം ആരോപിച്ചിരുന്നു. വംശഹത്യയാണ് നടക്കുന്നതെന്നായിരുന്നു കുറ്റപ്പെടുത്തൽ. ക്രിസ്മസ് ദിനത്തിൽ നടന്നത് ഒരു സംയുക്ത ഓപ്പറേഷനാണെന്ന് നൈജീരിയൻ വിദേശകാര്യമന്ത്രി യൂസഫ് മൈദാമ തൂഗറും അറിയിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിലെ സോക്കോട്ടോയിൽ താവളമുറപ്പിച്ച ഭീകരരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. US നാവികസേനയുടെ ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. മിസൈൽ വിക്ഷേപിച്ചത് ഗൾഫ് ഓഫ് ഗിനിയയിൽ നിന്ന് നിലയുറപ്പിച്ചിരുന്ന US നാവികസേനാ യുദ്ധക്കപ്പലിൽ നിന്നാണ്. നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായി US ആഫ്രിക്ക കമാൻഡ് അറിയിച്ചു. താവളങ്ങളും നശിപ്പിച്ചു. നൈജീരിയയിൽ മരിച്ച ഭീകരർ ഉൾപ്പെടെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ എന്നാണ് ട്രംപ് പറഞ്ഞത്. താൻ ക്രിസ്ത്യാനികളുടെ സംരക്ഷകനായി നിലകൊള്ളുമെന്നും ട്രംപ് പറഞ്ഞു. ഇത് സംയുക്ത ഓപ്പറേഷനാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആക്രമണത്തിന് മുൻപ് നൈജീരിയ അമേരിക്കയ്ക്ക് രഹസ്യ വിവരങ്ങൾ കൈമാറി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നൈജീരിയൻ വിദേശകാര്യമന്ത്രി സംസാരിച്ചു. ഇരകളുടെ മതം നോക്കിയല്ല ഓപ്പറേഷനുമായി സഹകരിച്ചതെന്ന് നൈജീരിയൻ സർക്കാർ പറഞ്ഞു. തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ മറ്റു രാജ്യങ്ങളുമായി സഹകരിക്കും എന്നുമാണ് നൈജീരിയ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം വിദേശ രാജ്യങ്ങളുമായി സഹകരിച്ചുള്ള ഓപ്പറേഷനുകൾക്കെതിരെ നൈജീരിയയിൽ വിമർശനം ശക്തമായി. ആഭ്യന്തര സുരക്ഷയിൽ വിദേശ സൈനിക ഇടപെടൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് ചില നൈജീരിയൻ സെനറ്റർമാർ പറഞ്ഞത്. നൈജീരിയയിൽ മുസ്ലിങ്ങളെക്കാൾ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നതിന് തെളിവില്ല എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. വിവിധ മതങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളാണ് തീവ്രവാദികൾ നടത്തുന്നത്. സംഘടനകൾ ബൊക്കോ ഹറാമും IS ബന്ധമുള്ള ഗ്രൂപ്പുകളും കൊലപ്പെടുത്തിയത് 10,000-കണക്കിന് പേരെയാണ്. ഇരകളിലേറെയും മുസ്ലിങ്ങളാണെന്ന് രാഷ്ട്രീയ അക്രമങ്ങൾ വിശകലനം ചെയ്യുന്ന ഗ്രൂപ്പുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. സനീഷ്, ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാക്രമണമല്ല, അതും ക്രിസ്മസ് ദിനത്തിൽ തന്നെ. എന്താ സനീഷ് തോന്നുന്നു? ഇതിനകത്ത് വരുന്ന വിവരങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ഹർഷ, ഇതിനകത്ത് ഒന്ന് ഈ നൈജീരിയയിലും തീവ്രവാദികളുടെ വലിയ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. നമ്മളിപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ വിദേശ വാർത്തകൾ നോക്കുമ്പോൾ ഏതാണ്ടല്ല ഇപ്പോഴും ഒന്ന് മട്ടിൽ തന്നെ അവിടെ ഈ ഉപദ്രവങ്ങളുടെ ഭീകരാക്രമണങ്ങളുടെ വാർത്തകളുണ്ട്. പ്രത്യേകിച്ചും ഈ പഠനത്തിനെതിരെയാണല്ലോ ഈ ബോക്കോ ഹറാമോ IS-ഉം ഒക്കെ. പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ പഠിക്കുന്നത് തടയുക എന്നതുകൂടെയാണല്ലോ. ബോക്കോ ഹറാമൊക്കെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, പെൺകുട്ടികളൊക്കെ 100 കണക്കിന് ആളുകളെ സ്കൂളടക്കം തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഈ പറയുന്ന പോലെ ഒരു ഭീകരവാദികൾക്കെതിരായുള്ള തീവ്രവാദികൾക്കെതിരായുള്ള ഒരു ആക്രമണം എന്ന് കേൾക്കുമ്പോൾ അവരെ എലിമിനേറ്റ് ചെയ്യാൻ, അവരുടെ ഇത്തരം അങ്ങേയറ്റം ജനതകളെ ദ്രോഹിക്കുന്ന, കൊച്ചു കുട്ടികളെ പോലും ഉപദ്രവിക്കുന്ന, അവരെ അടിമകളാക്കി മറ്റുമൊക്കെ വെക്കുന്ന ഈ അങ്ങേയറ്റം ക്രൂരരായിട്ടുള്ള സംഘത്തിനെതിരായിട്ടുള്ളൊരു ആക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷവും സമാധാനവുമാണ് ഉള്ളിലേക്ക് വരിക. അതിന് അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. ആക്രമണം തിരിച്ചു നടത്തേണ്ടതല്ലേ, അവരെ ഇല്ലാതാക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തോന്നലുണ്ടാകും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് മതപരമായുള്ള ആംഗിൾ കൊടുത്തിരിക്കുന്നത് ഈ ട്രംപാണ്. ട്രംപ് തന്നെയും ഈ തീവ്രവാദികൾക്കിടെ ഉള്ളിലാണല്ലോ ഈ പറയുന്ന മതപരമായിട്ടുള്ള, അവർ മതമെന്ന് വിചാരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടുള്ള വല്ലാത്ത തോതിലുള്ളൊരു ആഭിമുഖ്യം ഉണ്ടാവുക, എന്നിട്ട് മറ്റുള്ളവർ ഉപദ്രവിക്കുക. ഇതിപ്പോൾ ഒരു വയലൻസിന് വേണ്ടി മതത്തിൻ്റെ കോസിനെ പിടിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപും. അപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ തന്നെ ഈ ആക്രമണം നടത്തിയിരിക്കുന്നു. പിന്നെ അവിടെ ഈ ബോക്കോ ഹറാമോ IS-ഉം ഒക്കെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയാണ്. മുസ്ലിം തീവ്രവാദികൾ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവർക്കെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹർഷം പറഞ്ഞ ആ ഡാറ്റയിലുണ്ടല്ലോ, അതായത് അവിടെ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ മാത്രമായിട്ടാണ് ഉപദ്രവിക്കപ്പെടുന്നത്, ആക്രമിക്കപ്പെടുന്നതിന് ഒരു തെളിവുമില്ല എന്ന് മാത്രമല്ല അവിടെ മുസ്ലിങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് ഈ തീവ്രവാദികളെക്കാൾ കൊണ്ട്
ഉപദ്രവം നേരിടുന്നത്. സാധാരണ മുസ്ലിങ്ങളായിട്ടുള്ള സാധാരണ മനുഷ്യർ അവരുടെ കുട്ടികളെയും മറ്റും എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ജീവിച്ചു പോകുന്ന അതിസാധാരണക്കാരായിട്ടുള്ള പട്ടിണി പാവങ്ങളായുള്ള മനുഷ്യർക്ക് മേൽ ഈ തീവ്രവാദികൾ അവരുടെ വലിയ ആക്രമണം നടത്തുകയാണ്, ഉപദ്രവിക്കുകയാണ്. അത് മതം നോക്കിയിട്ട് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ഉപദ്രവിക്കപ്പെടുന്നത് മുസ്ലിങ്ങളാണെന്ന കണക്ക് അവിടെയുണ്ട്. ഈ നൈജീരിയൻ സർക്കാർ തന്നെയും ഈ സഹായം അല്ലെങ്കിൽ ഇവരോട് ഇടപെടാൻ ആവശ്യപ്പെട്ടത് തന്നെയും ഈ മതം നോക്കി ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ട്രംപ് അതിന് ഞാൻ ക്രിസ്ത്യാനികളുടെ രക്ഷകനാണ്, ഇതാ ക്രിസ്തുമസ് ദിനത്തിൽ ആക്രമണം നടത്തുന്നു, ഞാൻ ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കുന്നവരുടെ രക്ഷകനായിട്ട് ഞാൻ വരും എന്നൊക്കെ പറഞ്ഞ് അതിന് മത ആംഗിൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തീവ്രവാദികൾക്കുള്ളിൽ എന്താണോ പ്രവർത്തിക്കുന്നത് അത് തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഉള്ളിലേയും പ്രവർത്തിച്ചു എന്ന് കാണാവുന്ന ഒരു എലമെൻറ്റ് അതിനകത്ത് ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഇത്രമാത്രം വലിയ ആക്രമണമാണല്ലോ അവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചർച്ചകളും അവിടെ സജീവമായി വന്നിട്ടുണ്ട്. ഇങ്ങനെ മറ്റൊരു രാജ്യത്തിന് ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ ആശ്രയിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യങ്ങളടക്കം അവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും അതിൻ്റെ അനന്തരഫലങ്ങൾ നൈജീരിയ അനുഭവിക്കുമായിരിക്കും. എന്തുകൊണ്ടാണ് നൈജീരിയയിൽ ഈ തീവ്രവാദി ആക്രമണങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു, ഇതര രാജ്യത്തിൻ്റെ സഹായം തേടിയിട്ട് ആക്രമിക്കേണ്ടി വരുന്നു എന്ന് ആ സർക്കാരും ആ അവിടെ ജനാധിപത്യം ഒന്നും പറയാനില്ല, ആ ഭരണ സംവിധാനവും സർക്കാരിനെ നയിക്കുന്ന ആളുകളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ആലോചിക്കുകയാണ് വേണ്ടത്. ഒന്ന്, അവിടുത്തെ വളരെ ധാതു സമ്പന്നമായിട്ടുള്ള ഈ രാജ്യങ്ങളിലൊക്കെ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, നൈജീരിയയിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു തരത്തിലും ഈ ഭരണ സംവിധാനങ്ങൾ കൊള്ളാവുന്ന നിലക്ക് പ്രവർത്തിക്കാത്തത് കൊണ്ട് കൂടെയാണ് അവിടെ ആളുകൾ ഈ തീവ്രവാദ സംഘങ്ങളിലേക്ക് പോകുന്നത്. അതിൽ മതത്തോടുള്ള അമിതമായുള്ള ഒരു ആഭിമുഖ്യം കൊണ്ടൊന്നുമല്ല ആളുകൾ പോകുന്നത്. അവരുടെ പട്ടിണി സംഗതികൾ കൊണ്ട്, വിദ്യാഭ്യാസമില്ലായ്മ കൊണ്ട്, വിദ്യാഭ്യാസമില്ലാത്ത ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ തോക്കും ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള ഒരുതരം സൗകര്യം കിട്ടുകയാണ്, അവരതിനകത്തേക്ക് ചെന്ന് പെടുകയാണ്. അപ്പോൾ ഈ ഏത് രാജ്യത്തും നമ്മൾ കാണുന്നത്, നമ്മൾ ഈ രാജ്യത്ത് നിന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, നമ്മുടേതുപോലെ നല്ലൊരു രാജ്യത്ത് ഇരുന്ന് നമ്മൾ കാര്യങ്ങളെ കാണുന്നത് ഈ നന്നായിട്ട് ഭരണ സംവിധാനങ്ങളും സുഘടിതമായുള്ള ഭരണഘടനയും ഈ കാര്യങ്ങൾ തെറ്റില്ലാതെ പോകുന്നതല്ലാത്ത എല്ലാ രാജ്യങ്ങളിലുമാണ് ഈ തീവ്രവാദ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് മതത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെയോ കുഴപ്പമല്ല, ആളുകളുടെ ഭൗതിക ജീവിതത്തിൽ വേണ്ടത്തുന്ന സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് കൂടിയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നൈജീരിയയിൽ നമ്മൾ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതിയുണ്ട്. അതിനകത്ത് ഈ ശേഷിയും കഴിവുമുള്ള ആളുകൾ അവരവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അതിനെ വളച്ചൊടിക്കുക എന്നുകൂടെ നമ്മൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനകളിലൂടെയും ഈ ആക്രമണത്തിലൂടെയും കാണുന്നു. അങ്ങനെ പല ലെയറായിട്ട് പരിശോധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം കൊണ്ട് കുറേയേറെ തീവ്രവാദികൾ സംഘങ്ങൾ അങ്ങോട്ട് ഇല്ലാതായി പോവുകയാണെങ്കിൽ, അവരുടെ സെറ്റിൽമെൻറ്റ് തകർന്നു പോവുകയാണെങ്കിൽ അത്രയ്ക്ക് ആശ്വാസം അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെന്നല്ലാതെ, പക്ഷേ ഇത്തരം ആക്രമണങ്ങളെല്ലാം കൂടുതൽ അതാത് രാജ്യങ്ങളെ തകർത്ത ചരിത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 2009 മുതൽ 2025 വരെ ഇത്തരത്തിൽ അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് 53,000 സിവിലിയന്മാരാണ്. 53,000. അതിൽ തന്നെ ഈ 2020 മുതൽ 2025 സെപ്റ്റംബർ വരെ 20,400 പേര് മരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷത്തെ കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മതപരമായി ടാർഗറ്റ് ചെയ്ത ആക്രമണങ്ങൾ, ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ട് 317 ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് 417 ആക്രമണങ്ങൾ. അങ്ങനെ കണക്കെടുത്താൽ അതായത് അവിടെ ആക്രമിക്കപ്പെടുന്നത് കൂടുതൽ മുസ്ലിങ്ങളാണ്. ഇത് മുസ്ലിം സംഘടനകൾ തന്നെയാണ് ഇതെല്ലാം. ഈ പറഞ്ഞ ഭീകര സംഘടനകൾ, മുസ്ലിം ഭീകര സംഘടനകളെ ആ നിലയ്ക്ക് അവരങ്ങനെയാണ് അവകാശപ്പെടുന്നതല്ലോ. അപ്പോൾ അവരാക്രമിക്കുന്നത് മുസ്ലിങ്ങളെയാണ് അവിടെ കൂടുതൽ. അവർ തട്ടിക്കൊണ്ടു പോകുന്നത് മുസ്ലിം പെൺകുട്ടികളെയാണ്. ഏറ്റവും അധികം വിദ്യാർത്ഥികളായി ഉള്ള മുസ്ലിം പെൺകുട്ടികളാണ് ബൊക്കോ ഹറാം ഏറ്റവും കൂടുതൽ. ഏറ്റവും നികൃഷ്ടരും പ്രാകൃതരുമായിട്ടുള്ളൊരു സംഘമാണ് ഈ പറയുന്ന ബൊക്കോ ഹറാം എന്ന് പറയുന്നത്. അവർ തട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങനെ മുസ്ലിങ്ങളായ പെൺകുട്ടികളെയാണ്. അവരാണ് ആ ഭീകരവാദത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നവർ, അതിൻ്റെ അതിക്രമങ്ങൾ നേരിടുന്നവർ. അപ്പോൾ എന്തിനാണ് ട്രംപ് ഇങ്ങനെ ഇവിടെ പറഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാവുന്നില്ലാത്തത്. ഇത് ആഭ്യന്തരമായ അവിടെ പ്രശ്നങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കും ട്രംപിൻ്റെ ഇത്തരം പരാമർശങ്ങളൊക്കെ. കാരണം ഇത് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്, ലോകത്തെങ്ങുമുള്ള ക്രിസ്ത്യാനികളുടെ സംരക്ഷകൻ ഞാനാണ് എന്നൊക്കെ പറയുന്നത് അവിടെ മാത്രമല്ല, പല സ്ഥലത്തും ഈ പറയുന്നത് പോലെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ്. തീവ്രവാദത്തെ നേരിടുന്നെങ്കിൽ തീവ്രവാദത്തെ നേരിടുക എന്നത് തന്നെയാണ് അമേരിക്ക പ്രഖ്യാപിക്കേണ്ടത്. പിന്നെ ട്രംപ് ആയതുകൊണ്ട് ട്രംപ് അങ്ങനെ പലതും പറയും. നൈജീരിയയിൽ ക്രിസ്മസ് ദിനത്തിൽ കണ്ടത് ഒരു തുടക്കം മാത്രമാണെന്നാണ് ട്രംപും അമേരിക്കയും പറയുന്നത്. ആ നാട്ടിലെ ആഭ്യന്തര കലാപങ്ങളെയും തീവ്രവാദ ഭീഷണിയെയും വംശഹത്യാ സ്വഭാവമുള്ള മതപരമായ സംഘർഷമായി അമേരിക്ക ചിത്രീകരിച്ചെടുക്കുന്നു എന്നതാണ് വിമർശനം. നൈജീരിയയിൽ പ്രബലരായ ഭീകര സംഘടനകൾ ക്രിസ്ത്യാനികളെ മാത്രമല്ല ഇസ്ലാം വിഭാഗക്കാരെയും ആക്രമിക്കുന്നുണ്ട് എന്ന് ആംനസ്റ്റി പോലെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ അടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ തീവ്രമാക്കാനേ ഇപ്പോഴത്തെ നീക്കങ്ങൾ ഇടവരുത്തൂ എന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ പക്ഷം. ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്ത്യാനികളെ രക്ഷിക്കാനുള്ള വ്യോമാക്രമണം എന്ന് പറയുന്ന അമേരിക്കൻ നറേറ്റീവ് ലോകത്തിന് നൽകുന്നത് ഒരു പോസിറ്റീവ് സന്ദേശമല്ല തന്നെ.
ഒപ്പം തന്നെ നൈജീരിയയുടെ പരമാധികാരത്തിൽ കടന്നു കയറിയുള്ള ട്രംപിന്റെ പ്രവൃത്തിയെയും ലോകം ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നൈജീരിയൻ സർക്കാരിന് അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾ കൊണ്ട് അതിൽ പരാതിയില്ലെങ്കിലും നാളെ ഏത് ദേശരാഷ്ട്രത്തിലും ഏകപക്ഷീയമായി ഇടപെടാൻ അമേരിക്കയ്ക്ക് ഇതൊരു കാരണമായി പറയാമല്ലോ. RDX അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.